എല്ലാവർക്കും നമസ്കാരം. ന്യൂട്ടൺ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിലൂടെ കേരള PSC ചോദിച്ചിട്ടുള്ള മുൻകാല ചോദ്യങ്ങളും അതിൻ്റെ വിശദീകരണവുമാണ് നൽകുന്നത്. ഓരോ വീഡിയോ സെഷനിലും 10 ചോദ്യങ്ങളും അതിൻ്റെ വിശദമായ സബ്ജക്റ്റ് വൈസ് അനാലിസിസും ഉൾപ്പെടുത്തിയിരിക്കുന്നു. വരാൻ പോകുന്ന മത്സര പരീക്ഷകളിൽ ഉയർന്ന റാങ്ക് ഉറപ്പാക്കാൻ മുൻകാല ചോദ്യപേപ്പർ വിശകലനം വളരെ അനിവാര്യമാണ്. ഇത്തരത്തിലുള്ള വിശകലനത്തിലൂടെ ഓരോ എക്സാമിനും ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾ മനസ്സിലാക്കാനും റിപ്പീറ്റ് ചെയ്ത് പഠിക്കുന്ന ടോപ്പിക്കുകൾ മനസ്സിലാക്കാനും ഒരു ചോദ്യത്തിന് 4 ഓപ്ഷനിൽ നിന്നും ഉത്തരം കണ്ടെത്താനും നമ്മളെ സഹായിക്കും. നിങ്ങൾ പലരും പലതരത്തിൽ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തും റാങ്ക് ഫയൽ ഫോളോ ചെയ്തും പഠിക്കുന്നവരാകാം. അതോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഭാഗമാണ് മുൻകാല ചോദ്യപേപ്പർ ആവർത്തിച്ച് പഠിക്കുക എന്നുള്ളത്. ഈ പഠനം നമ്മളുടെ റാങ്ക് ഡിസൈഡിംഗ് ഫാക്ടറായി മാറുമെന്നത് ഉറപ്പ്. അതായത് പഠനത്തോടൊപ്പം എല്ലാ ദിവസവും ഒരല്പസമയം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിനും മാറ്റിവെക്കുക. ഉയർന്ന റാങ്ക് കരസ്ഥമാക്കാൻ ഇത് വളരെ അനിവാര്യമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1. റൈറ്റ് ടു ലൈവ്ലിഹുഡ് ഈസ് ആൻ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ്. 4 ഓപ്ഷൻസ് ആണുള്ളത്. റൈറ്റ് ടു അസംബിൾ, right to equality, right to life and personal liberty, none of the above. ഈ ചോദ്യം അസിസ്റ്റന്റ് ലേബർ ഓഫീസർ എക്സാമിന് കേരള PSC 2020 ചോദിച്ച ചോദ്യമാണ്. ഈ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി, ഓപ്ഷൻ സി, റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. ഇതൊരു മൗലിക അവകാശമാണെന്ന് എല്ലാവർക്കും അറിയാം. ഇതുമായി അനുബന്ധപ്പെട്ട മറ്റു ചോദ്യങ്ങളിലേക്ക് കടക്കാം. റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി ഏത് ആർട്ടിക്കിളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ആർട്ടിക്കിൾ 21. ആർട്ടിക്കിൾ 21 ടോക്സ് അബൌട്ട് പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. ഈ ആർട്ടിക്കിൾ ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? നോ പേഴ്സൺ ഷാൽ ബി ഡിപ്രൈവ്ഡ് ഓഫ് ഹിസ് ലൈഫ് ഓർ പേഴ്സണൽ ലിബർട്ടി എക്സെപ്റ്റ് അക്കോർഡിംഗ് ടു പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. ഈ ആർട്ടിക്കിളിന് പല സവിശേഷതകളുമുണ്ട്. ഏറ്റവും പ്രധാനം, ദിസ് ആർട്ടിക്കിൾ ഈസ് നോൺ ആസ് മോസ്റ്റ് ഫണ്ടമെന്റൽ ഓഫ് ഓൾ റൈറ്റ്സ്. ഏതൊരു അവകാശത്തെക്കാളും മോസ്റ്റ് ഫണ്ടമെന്റൽ എന്നറിയപ്പെടുന്ന ഒരു അവകാശമാണ് ആർട്ടിക്കിൾ 21 പറഞ്ഞിരിക്കുന്ന പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. മറ്റൊരു സവിശേഷത, ആർട്ടിക്കിൾ 21 ഏറ്റവും കൂടുതൽ ഇന്റർപ്രട്ടേഷന് വിധേയമായ ആർട്ടിക്കിൾ എന്നും അറിയപ്പെടുന്നു. It is also known as widest possible interpretation വിധേയമായ widest possible interpreted article of Indian Constitution. കാരണം എന്തെന്നാൽ ആർട്ടിക്കിൾ 21 ഹെഡിങ് റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി എന്നാണെങ്കിലും കാലാകാലങ്ങളിലായി കോടതികളുടെ വിധിയിലൂടെ മറ്റ് പല അവകാശങ്ങളും ആർട്ടിക്കിൾ 21 കീഴിൽ എഴുതി ചേർത്തിട്ടുണ്ട്. അതിലെ ഒരു അവകാശമാണ് റൈറ്റ് ടു ലൈവ്ലിഹുഡ്. നമ്മളുടെ ചോദ്യത്തിൽ ചോദിച്ച റൈറ്റ് ടു ലൈവ്ലിഹുഡ്. മറ്റ് അവകാശങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. റൈറ്റ് ടു ലീവ് വിത്ത് ഹ്യൂമൻ ഡിഗ്നിറ്റി, റൈറ്റ് ടു ലീവ് വിത്ത് ഹ്യൂമൻ ഡിഗ്നിറ്റി, റൈറ്റ് ടു ലൈവ്ലിഹുഡ്, റൈറ്റ് ടു ഹെൽത്ത്, റൈറ്റ് അഗെയിൻസ്റ്റ് സെക്ഷൽ ഹരാസ്മെന്റ് അറ്റ് വർക്ക് പ്ലേസ്, റൈറ്റ് അഗെയിൻസ്റ്റ് റേപ്പ്, right to reputation, right to shelter, right to social security and protection, right against honor killing, right to medical care, right to clean environment, right against noise pollution, right to privacy, right to go abroad, right to get pollution free water and air, etc. അങ്ങനെ പല സബ് റൈറ്റ്സും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു മെയിൻ റൈറ്റ് ആണ് ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. റൈറ്റ് ടു പ്രൈവസി ഒക്കെ നിങ്ങൾ റീസെൻ്റ് ആയിട്ട് വാർത്തകൾ കണ്ടുണ്ടായിരിക്കും. റൈറ്റ് ടു പ്രൈവസി ഈസ് എ ഫണ്ടമെന്റൽ റൈറ്റ് ഇൻ ഇന്ത്യ. അപ്പോൾ പ്രധാനമായി ഓർത്തിരിക്കേണ്ട പോയിന്റ്സ് എന്തൊക്കെയാണ്? റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി ഈസ് ഇൻക്ലൂഡഡ് ഇൻ ആർട്ടിക്കിൾ 21 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഇറ്റ് ഈസ് എ ഫണ്ടമെന്റൽ റൈറ്റ് ഇൻ ഇന്ത്യ. ഇറ്റ് ഇൻക്ലൂഡ്സ് ഫോളോയിങ് സബ് റൈറ്റ്സ്. ഈ കൊടുത്തിരിക്കുന്ന സബ് റൈറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ആർട്ടിക്കിൾ 21.
Question number 2. Article which empowers the government of India to borrow. ഇന്ത്യ ഗവൺമെൻറ്റിന് കടമെടുക്കാനുള്ള അധികാരം നൽകുന്ന ആർട്ടിക്കിൾ ഏതാണ് എന്ന ചോദ്യം. 4 ഓപ്ഷൻസ്. ആർട്ടിക്കിൾ 294, ആർട്ടിക്കിൾ 295, ആർട്ടിക്കിൾ 292, ആർട്ടിക്കിൾ 291. ഈ ചോദ്യം അസിസ്റ്റന്റ് ലേബർ ഓഫീസർ എക്സാമിന് 2020 ചോദിച്ച ചോദ്യമാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ആർട്ടിക്കിൾ 292. ഓപ്ഷൻ സി, ആർട്ടിക്കിൾ 292 ഈസ് ദി റൈറ്റ് ആൻസർ. ഇതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് കടക്കാം. ഈ ഓപ്ഷൻസിൽ തന്നിരുന്ന ആർട്ടിക്കിൾസ് നമുക്ക് എടുത്ത് പരിശോധിച്ച് നോക്കാം. കൺഫ്യൂസിങ് ആർട്ടിക്കിൾസ് ആണ്. ഈ 3 ആർട്ടിക്കിൾസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ടിക്കിൾ 291 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ്. ഈ ആർട്ടിക്കിളിൻ്റെ പ്രത്യേകത, ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ ആർട്ടിക്കിൾ നിലവിലില്ല. ആർട്ടിക്കിൾ നിലവിലില്ല അർത്ഥം എന്താണ്? റിപ്പീൽ ചെയ്യപ്പെട്ടിരിക്കുന്നു. ദിസ് ആർട്ടിക്കിൾ വാസ് റിപ്പീൽഡ് ബൈ ദി കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ്. ഒരു ആർട്ടിക്കിൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും എടുത്തു മാറ്റണമെങ്കിൽ അത് റിപ്പീൽ ചെയ്യണം. അത് റിപ്പീൽ ചെയ്യണമെങ്കിൽ അതിനൊരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് സാധ്യമാക്കണം. ആ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ടിക്കിൾ 291 റിമൂവ് ചെയ്ത, റിപ്പീൽ ചെയ്ത കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ഏതാണ് എന്നതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നോളജാണ്. അതൊരു ക്വസ്റ്റ്യനായി വന്നേക്കാം. 26th അമെൻമെൻറ്റ് ആക്ട്, 26ാമത്തെ അമെൻമെൻറ്റ് വഴിയാണ് ആർട്ടിക്കിൾ 291 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും എടുത്തു മാറ്റിയത്. അമെൻമെൻറ്റ് ഏതാണെന്ന് മാത്രം അറിഞ്ഞാൽ പോരാ, ഏത് വർഷമാണ് അത് ചെയ്തതെന്ന് അറിഞ്ഞിരിക്കണം. ഇറ്റ് വാസ് റിപ്പീൽഡ് ഇൻ ദ ഇയർ 1971. 1971 ഈ ആർട്ടിക്കിൾ റിപ്പീൽ ചെയ്തിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ചോദ്യമാണ്. എന്താണ് ആർട്ടിക്കിൾ 291 പറഞ്ഞിരുന്നത്? പ്രിവി പേഴ്സ് സം ഓഫ് റൂളേഴ്സ്. പ്രിവി പേഴ്സ് സം ഓഫ് റൂളേഴ്സ്. ഇത് എന്താണ് എന്ന് ചെറിയൊരു അറിവിന് വേണ്ടി ഇരിക്കട്ടെ. അതായത് ഇന്ത്യൻ നാട്ടുരാജ്യങ്ങൾ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്നും മാറി നിന്നിരുന്ന നാട്ടുരാജ്യങ്ങൾക്ക് ഇന്ത്യയുടെ ഭാഗമാകാൻ, നമുക്കെല്ലാവർക്കും അറിയാം, സർദാർ വല്ലഭായ് പട്ടേലിനെ പോലെയുള്ള ആളുകൾ, അയൺമാൻ ഓഫ് ഇന്ത്യ, അദ്ദേഹത്തിൻ്റെ ശ്രമത്തിൻ്റെ ഫലമായി ഇന്ത്യയിൽ പല നാട്ടുരാജ്യങ്ങളും ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമായി മാറി. ഈ ഭാഗമായി മാറുമ്പോൾ ആ ഭാഗമാകുന്ന രാജ്യത്തിൻ്റെ ഭരണാധികാരികൾക്ക് നൽകുന്ന സ്പെഷ്യൽ സ്റ്റാറ്റസ് ആണ് പ്രിവി പേഴ്സ് സം ഓഫ് റൂളേഴ്സ്. അത് 1971 26ാം ഭരണഘടനാ അമെൻമെൻറ്റിലൂടെ എടുത്തു മാറ്റുകയുണ്ടായി. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്, ഈ ആർട്ടിക്കിൾ റിപ്പീൽ ചെയ്യുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു എന്ന് അറിഞ്ഞിരിക്കണം. ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയായിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയായിരുന്നു. ആർട്ടിക്കിൾ 292 ഇതാണ് നമ്മളുടെ ചോദ്യത്തിൻ്റെ ഉത്തരം. ആർട്ടിക്കിൾ 292 ടോക്സ് അബൌട്ട് ബോറോയിങ് പവർ ബൈ ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഇന്ത്യ ഗവൺമെൻറ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ കടമെടുക്കാനുള്ള അധികാരത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 292. ആർട്ടിക്കിൾ 293 അറിഞ്ഞിരിക്കണം. ഇത് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിന് കടമെടുക്കാൻ അധികാരം നൽകുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 293. അപ്പോൾ എന്തൊക്കെയാണ്? 291 പ്രിവി പേഴ്സ് സം ഓഫ് റൂളേഴ്സ്, ആർട്ടിക്കിൾ 292 ബോറോയിങ് പവർ ഓഫ് സെൻട്രൽ ഗവൺമെൻറ്, ആർട്ടിക്കിൾ 293 ബോറോയിങ് പവർ ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ്. Question number 3. Protection of Human Rights Act came into force in India on date ആണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിരിക്കുന്നു. ഇതിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, 28/9/1993. 28 സെപ്റ്റംബർ 1993 ആണ് ശരിയായ ഉത്തരം. ഈ ചോദ്യം അസിസ്റ്റന്റ് ലേബർ ഓഫീസർ എക്സാം 2020 ചോദിച്ച ചോദ്യമാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആക്റ്റാണ്. നമുക്കതുമായി അനുബന്ധ കാര്യങ്ങളിലേക്ക് കടക്കാം. പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് ഏത് വർഷമാണ് വന്നിരിക്കുന്നത്? ചോദിക്കാവുന്നൊരു ചോദ്യമാണ്. 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 1993. ഡേറ്റ് 28 സെപ്റ്റംബർ 1993. 28 സെപ്റ്റംബർ 1993 ഈസ് ദി റൈറ്റ് ആൻസർ. ഈ ആക്ട് ഇന്ത്യയിൽ
എല്ലാ പ്രദേശത്തും ഒരേപോലെ ആപ്ലിക്കബിൾ ആണ്. ദിസ് ആക്ട് എക്സ്റ്റെൻസ് ടു ദി ഹോൾ ഓഫ് ഇന്ത്യ. ഈ ആക്ടിൻ്റെ കീഴിൽ നിലവിൽ വന്ന ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കമ്മീഷനാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, ദേശീയ മനുഷ്യ അവകാശ കമ്മീഷൻ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്, പലതവണ ചോദിച്ച ചോദ്യമാണ്. NHRC നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ നിലവിൽ വന്ന ദിവസം ചോദിച്ചിട്ടുണ്ട്, ഓർത്തിരിക്കുക. 12 ഒക്ടോബർ 1993, 12 ഒക്ടോബർ 1993. Question number 4. In which of the following judgment it was held that right to have access to internet became the part of right to education? ഇന്ത്യയിൽ മൗലിക അവകാശമായി അംഗീകരിച്ചിരിക്കുന്ന റൈറ്റ് ടു എഡ്യൂക്കേഷൻ്റെ ഭാഗമായി റൈറ്റ് ടു ഇൻ്റർനെറ്റ് ആക്സസ് ഏത് കേസിലൂടെയാണ് സാധ്യമായത് എന്നാണ് ചോദ്യം. റൈറ്റ് ടു ഹാവ് ആക്സസ് ടു ഇൻ്റർനെറ്റ്, ഇന്ന് അത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ ഭാഗമാണ്. ഇത് സാധ്യമായത് താഴെ കൊടുത്തിരിക്കുന്ന ഏത് കേസിൻ്റെ വിധിയിലൂടെയാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓപ്ഷൻ എ, ഫഹീമ ഷെറിൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ഈ കേസിൻ്റെ വേർഡിക്റ്റിലാണ് കേരള ഹൈക്കോടതിയാണ് റൈറ്റ് ടു ഹാവ് ആക്സസ് ടു ഇൻ്റർനെറ്റ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ ഭാഗമാക്കി മാറ്റിയത്. ഈ ചോദ്യവും അസിസ്റ്റന്റ് ലേബർ ഓഫീസർ എക്സാം 2020 ചോദിച്ചതാണ്. ഈ കേസിൽ കേരള ഹൈക്കോടതിയാണ് ഇങ്ങനെയൊരു വിധി പുറപ്പെടുവിച്ചത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിൻ്റാണ്. മാത്രമല്ല റൈറ്റ് ടു ഹാവ് ആക്സസ് ടു ഇൻ്റർനെറ്റ് എന്തിൻ്റെ ഭാഗമാക്കി മാറ്റി? റൈറ്റ് ടു എഡ്യൂക്കേഷൻ്റെയും അതേപോലെ തന്നെ റൈറ്റ് ടു പ്രൈവസിയുടെയും ഈ രണ്ട് ഫണ്ടമെൻ്റൽ റൈറ്റുകളുടെ ഭാഗമാക്കി ആർട്ടിക്കിൾ 21 കീഴിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഈ കേസിൽ പെറ്റീഷണറായ ഫഹീമ ഷെറിൻ, ആ വിദ്യാർത്ഥിനി കോളേജ് ഹോസ്റ്റലിൽ നിലനിന്നിരുന്ന ഇൻ്റർനെറ്റ് യൂസ് ബാനിനെ ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിയിലാണ് കേരള ഹൈക്കോടതി ഈ വിധി പുറപ്പെടുവിച്ചത്. അതും വളരെ ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. Question number 5. Which article of the Indian Constitution deals with doctrine of pleasure? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ ആർട്ടിക്കിൾ 310, ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 311, ഓപ്ഷൻ സി ആർട്ടിക്കിൾ 312, ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 309. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആർട്ടിക്കിൾ 310. ആർട്ടിക്കിൾ 310 ഈസ് ദി റൈറ്റ് ആൻസർ. ഈ ചോദ്യവും അസിസ്റ്റന്റ് ലേബർ ഓഫീസർ എക്സാം 2020 കേരള PSC ചോദിച്ച ചോദ്യമാണ്. ആർട്ടിക്കിൾ 310 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. കാരണം എന്താണെന്ന് നമുക്ക് അടുത്ത സ്ലൈഡിൽ മനസ്സിലാകും. ദിസ് ആർട്ടിക്കിൾ 310 ടോക്സ് അബൌട്ട് ടെന്യൂർ ഓഫ് ഓഫീസ് ഓഫ് പേഴ്സൺസ് സെർവിങ് ദി യൂണിയൻ ഓർ എ സ്റ്റേറ്റ്. അതായത് ഒരു ഗവൺമെൻറ്റിൻ്റെ കീഴിൽ, അത് യൂണിയൻ ഗവൺമെൻറ് ആകട്ടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ആകട്ടെ, ഈ ഗവൺമെൻറ്റുകളുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ്റെ ടെന്യൂർ ഓഫ് ഓഫീസ്, അതായത് ഓഫീസിൻ്റെ കാലയളവ് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് 310. ഇതിൽ പ്രധാനമായും എടുത്തു പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് സർവീസുകളായ ഡിഫൻസ് സർവീസസ്, സെൻട്രൽ ഗവൺമെൻറ് സർവീസായ ഡിഫൻസ് സർവീസസ്, അതേപോലെ സെൻട്രൽ സിവിൽ സർവീസസ്, അതേപോലെ ഓൾ ഇന്ത്യ സർവീസസ് തുടങ്ങിയ സർവീസുകൾ ഒരു ഉദ്യോഗസ്ഥൻ ഹോൾഡ് ചെയ്യുന്നത് ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ പ്ലഷറിന് വിധേയമായിട്ടാകും എന്നാണ് പറയുന്നത്. അതേപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കാര്യമെടുത്താൽ സ്റ്റേറ്റ് ഗവൺമെൻറ് സർവീസിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ അവരുടെ ഓഫീസ് ഹോൾഡ് ചെയ്യുന്നത് ആരുടെ പ്ലഷറിന് വിധേയമായിട്ടായിരിക്കും? ഒബ്വിയസ്ലി സെൻട്രൽ സർവീസുകൾ ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ പ്ലഷറിന് വിധേയമാണെങ്കിൽ സ്റ്റേറ്റ് സർവീസുകൾ ഇന്ത്യൻ സ്റ്റേറ്റിലെ ഓരോ സ്റ്റേറ്റിലെയും ഗവർണറിൻ്റെ പ്ലഷറിന് വിധേയമായിട്ടായിരിക്കും, സ്റ്റേറ്റ് ഗവർണേഴ്സിൻ്റെ പ്ലഷറിന് വിധേയമായിട്ടായിരിക്കും. ഇനി ഈ പ്ലഷർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, അതായത് ഒരു വ്യക്തിയുടെ പ്ലഷർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ അങ്ങോട്ട് ചെയ്യാൻ പറ്റില്ല. അതിൽ പ്രത്യേകം പറയുന്നുണ്ട് ഈ പ്ലഷർ ബാലൻസ് ചെയ്യുന്നത് 2 കാര്യങ്ങൾ വെച്ചിട്ടാണ്. ഒന്നാമത്തത്
ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് സിവിൽ സർവൻറ്റ്, അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അറ്റ് ദി സെയിം ടൈം പ്രൊട്ടക്ഷൻ ഓഫ് നാഷണൽ സെക്യൂരിറ്റി, ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റിക്കും പബ്ലിക് ഇൻട്രസ്റ്റിനും വിധേയമായിട്ടായിരിക്കണം പ്ലഷർ ഓഫ് പ്രസിഡന്റ് അല്ലെങ്കിൽ പ്ലഷർ ഓഫ് ഗവർണർ ഡിഫൈൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ തീരുമാനിക്കേണ്ടത്. ഈ പറയുന്ന സർവീസുകൾ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ ടേം ഓഫ് ഓഫീസ് ഈ പറയുന്ന കണ്ടീഷൻസിനെല്ലാം വിധേയമായിട്ടാണ് ഇന്ത്യയിൽ നടന്നു പോകുന്നത്. ഇനി ആർട്ടിക്കിൾ 310 ഇൻഡിപെൻഡൻ്റായി കാണുകയാണെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റിൻ്റെയോ അല്ലെങ്കിൽ സ്റ്റേറ്റിലെ ഗവർണറിൻ്റെയോ പ്ലഷറിന് വിധേയമായി ഒരാളിനെ ജോലിക്ക് എടുക്കാം അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാം എന്നൊരു തെറ്റായ ധാരണ ഉണ്ടാകരുത്. അതിന് വ്യക്തത വരുത്താനായി ആർട്ടിക്കിൾ 311 അറിഞ്ഞിരിക്കണം. ആർട്ടിക്കിൾ 311 ടോക്സ് അബൌട്ട് ഡിസ്മിസൽ, റിമൂവൽ ഓർ റിഡക്ഷൻ ഇൻ റാങ്ക്. ഡിസ്മിസൽ, റിമൂവൽ ഓർ റിഡക്ഷൻ ഇൻ റാങ്ക് ഓഫ് ആൻ ഓഫീസർ. അതായത് ഗവൺമെൻറ് സർവീസിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ ഡിസ്മിസ് ചെയ്യാനോ റിമൂവ് ചെയ്യാനോ റാങ്കിൽ റിഡക്ഷൻ വരുത്താനോ ഉള്ള പ്രൊവിഷൻസ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 311. ഈ ആർട്ടിക്കിൾ 311 പറഞ്ഞിരിക്കുന്നത് ഒരു ഉദ്യോഗസ്ഥനെ അപ്പോയിന്റ് ചെയ്യുന്ന അതോറിറ്റി ആരാണോ ആ അതോറിറ്റിയേക്കാളും താഴെയുള്ള ഒരു അതോറിറ്റിക്ക് ആ പ്രസ്തുത ഉദ്യോഗസ്ഥനെ ഡിസ്മിസ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ പറയുന്ന റിമൂവലിനോ റിഡക്ഷനോ ചെയ്യാനോ സാധ്യമാകുന്നതല്ല. ഫോർ എക്സാമ്പിൾ, ഇന്ത്യയിൽ ഒരു IAS ഓഫീസറിനെ പോസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ് അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ റെപ്രസെൻറ്റേറ്റീവ് ആണ്. അപ്പോൾ ആ ഉദ്യോഗസ്ഥന് കിട്ടുന്ന പ്രൊട്ടക്ഷൻ എന്താണ്? ആ ഉദ്യോഗസ്ഥനെ ഡിസ്മിസ് ചെയ്യണമെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റിന്റെ റെപ്രസെൻറ്റേറ്റീവ് ഓർ പോസ്റ്റ് ചെയ്ത വ്യക്തി ആരാണോ, ഇന്ത്യൻ പ്രസിഡന്റ് ഡയറക്റ്റ്ലി പോസ്റ്റ് ചെയ്ത വ്യക്തിയാണെങ്കിൽ അദ്ദേഹമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ റെപ്രസെൻറ്റേറ്റീവ് പോസ്റ്റ് ചെയ്ത വ്യക്തിയാണെങ്കിൽ ആ അതോറിറ്റിയുടെയോ കീഴിലുള്ള ഒരു അതോറിറ്റിക്ക് ഈ ഉദ്യോഗസ്ഥനെ റിമൂവ് ചെയ്യാനോ ഡിസ്മിസ് ചെയ്യാനോ റാങ്ക് റെഡ്യൂസ് ചെയ്യാനോ സാധ്യമാകുന്നതല്ല. മനസ്സിലാക്കിയിരിക്കുക ആർട്ടിക്കിൾ 311. മാത്രമല്ല ഈ 311 പറയുന്നു ഒരു വ്യക്തിയെ ഈ പറഞ്ഞ ഡിസിപ്ലിനറി ആക്ഷനുകൾക്ക് വിധേയമാക്കുകയാണെങ്കിൽ ആ ഉദ്യോഗസ്ഥനും ചില അവകാശങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഒരു പ്രോപ്പർ ആയിട്ടുള്ള എൻക്വയറിക്ക് ശേഷം മാത്രമേ ആ ഉദ്യോഗസ്ഥനെതിരെ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാൻ പാടുള്ളൂ. മാത്രമല്ല ആ വ്യക്തിയെ, ആ ഉദ്യോഗസ്ഥനെ അദ്ദേഹത്തിനെതിരായി ഫ്രെയിം ചെയ്തിരിക്കുന്ന ചാർജുകൾ അറിയിക്കണം. അദ്ദേഹത്തിനെതിരെ ഫ്രെയിം ചെയ്ത ചാർജുകൾ അറിയിക്കണം. പ്ലസ് അദ്ദേഹത്തിൻ്റെ ഭാഗം പ്രസൻറ്റ് ചെയ്യാനുള്ള അവസരവും നൽകണം. ഹി ഷുഡ് ബി given his chance to defend or he should be given an opportunity of being heard. അതിനു മുന്നായി അദ്ദേഹത്തെ ഇൻഫോം ചെയ്യണം. അതിനു മുന്നായി ഒരു പ്രോപ്പർ എൻക്വയറി കണ്ടക്ട് ചെയ്തിട്ട് മാത്രമേ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെതിരെ ഡിസിപ്ലിനറി ആക്ഷനുകൾ എടുക്കാൻ പാടുള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 6. നാഷണൽ മിഷൻ ഓൺ ലൈബ്രറീസ് ഈസ് ആൻ ഇനിഷ്യേറ്റീവ് ഓഫ്. 4 ഓപ്ഷൻസ്: മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്, മിനിസ്ട്രി ഓഫ് കൾച്ചർ, മിനിസ്ട്രി ഓഫ് യൂത്ത് അഫെയേഴ്സ്, മിനിസ്ട്രി ഓഫ് ഫിനാൻസ്. ഈ ചോദ്യം കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് എക്സാം 2020 ചോദിച്ചതാണ്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി മിനിസ്ട്രി ഓഫ് കൾച്ചർ ആണ് ശരിയായ ഉത്തരം. മിനിസ്ട്രി ഓഫ് കൾച്ചർ. നാഷണൽ മിഷൻ ഓൺ ലൈബ്രറീസ് അല്ലെങ്കിൽ NML 2012 മിനിസ്ട്രി ഓഫ് കൾച്ചർ ഫോർമുലേറ്റ് ചെയ്ത ഒരു സ്കീമാണ്. 2012 ഇയർ ഇമ്പോർട്ടൻ്റ് ആണ്. ദിസ് ഈസ് ഓൾസോ നോൺ ആസ് NML സ്കീം, നാഷണൽ മിഷൻ ഓൺ ലൈബ്രറീസ്. ഈ മിഷൻ ലോഞ്ച് ചെയ്തത് നാഷണൽ നോളജ് കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ്. ദിസ് മിഷൻ വാസ് ലോഞ്ച്ഡ് according to the recommendation of National Knowledge Commission. ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? ഫോർ ദി ഡെവലപ്മെൻറ്റ് ഓഫ് ലൈബ്രറീസ് ആൻഡ് ഇൻഫർമേഷൻ സയൻസ് സെക്ടർ. ലൈബ്രറി ഡെവലപ്മെൻറ്റിനും ഇൻഫർമേഷൻ ഈസി ആയിട്ട് ആൾക്കാരിൽ എത്തിച്ചേരാനുള്ളൊരു മാധ്യമമായി ഡെവലപ്പ് ചെയ്യാനാണ് നാഷണൽ നോളജ് കമ്മീഷൻ NML റെക്കമെൻഡ് ചെയ്തത്. ഇനി എന്താണ് നാഷണൽ മിഷൻ ഓൺ ലൈബ്രറീസ്? ഇതിൻ്റെ പ്രധാന ഉദ്ദേശം ഇന്ത്യയിൽ
എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി പരന്നു കിടക്കുന്ന 9,000-ത്തിലധികം ലൈബ്രറികളെ ഡിജിറ്റലി ലിങ്ക് ചെയ്യുക എന്നതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് എയിം. മോഡേണൈസ് ആൻഡ് ഡിജിറ്റലി ലിങ്ക് നിയർലി 9,000 ലൈബ്രറീസ് അക്രോസ് ഇന്ത്യ. മാത്രമല്ല, ഈ ഡിജിറ്റൽ ലിങ്കിങ്ങിലൂടെ റീഡേഴ്സിന്, വായനക്കാർക്ക് പുസ്തകം ഇൻ്റർനെറ്റ് മുഖേന ലഭ്യമാക്കുക മാത്രവുമല്ല, ദിസ് വിൽ ലീഡ് ടു ഫ്രീ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ. അതായത് ഈസിയായി ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യാനുള്ളൊരു മെത്തേഡായി കൂടിയാണ് ഗവൺമെൻറ് ഈ സ്കീം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്പോണൻ്റ് ആണ് നാഷണൽ വിർച്വൽ ലൈബ്രറി ഓഫ് ഇന്ത്യ. ഒരു വിർച്വൽ ലൈബ്രറിയാണ് ഇതിനായി സെറ്റ് ചെയ്തിരിക്കുന്നത്, NVLI. ഈ വിർച്വൽ ലൈബ്രറിയിലൂടെ ഏതൊരു വ്യക്തിക്കും എവിടെ ഇരുന്നും ഒരു ഇൻ്റർനെറ്റ് സഹായത്തോടു കൂടി ബുക്സ് റീഡ് ചെയ്യാനും ഇൻഫർമേഷൻസ് ആക്സസ് ചെയ്യാനും സാധിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 7. VVPAT സ്റ്റാൻഡ്സ് ഫോർ. 4 ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ, VVPAT. ഈ ചോദ്യം കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് 2020 എക്സാമിൽ ചോദിച്ച ചോദ്യമാണ്. VVPAT എന്താണ്? നമ്മുടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻസുമായി അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു പ്രിന്ററാണ് VVPAT. EVMുമായി അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു പ്രിന്റിംഗ് മെഷീനാണ് VVPAT. ഈ മെഷീനിൽ നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന വോട്ട് ഒരു പ്രിന്റഡ് ഫോർമാറ്റിൽ ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു മെഷീനാണ്. ഈ VVPAT മെഷീൻ ആദ്യമായി ഉപയോഗിച്ചത് നാഗാലാൻഡിലാണ്. നാഗാലാൻഡിലെ അസംബ്ലി ഇലക്ഷനിൽ നോക്സൺ അസംബ്ലി സീറ്റിലാണ് VVPAT മെഷീൻ ആദ്യമായി ഉപയോഗിച്ചത്. 2013 സെപ്റ്റംബറിലായിരുന്നു ഈ ഇലക്ഷൻ നടന്നത്. ഈ 3 ഇൻഫർമേഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്. നാഗാലാൻഡിൽ നോക്സൺ അസംബ്ലിയിൽ 2013 സെപ്റ്റംബറിലാണ് ഈ മെഷീൻ ആദ്യമായി ഉപയോഗിച്ചത്. ക്വസ്റ്റ്യൻ നമ്പർ 8. ഏക് ഭാരത് ശ്രേഷ്ഠ് ഭാരത് വാസ് അനൗൺസ്ഡ് ഓൺ ദി ഒക്കേഷൻ ഓഫ് ബർത്ത് ആനിവേഴ്സറി ഓഫ്. ഈ ചോദ്യം 2020 കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. 4 ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു. ഈ ഒരു ക്യാപ്ഷൻ ഏക് ഭാരത് ശ്രേഷ്ഠ് ഭാരത്, ഈ ഒരു ക്യാപ്ഷൻ നമുക്ക് ഗസ് ചെയ്തെടുക്കാവുന്ന ഒരു ഉത്തരവാണ്. അതായത് ഈ കൊടുത്തിരിക്കുന്ന 4 വ്യക്തികളുടെ പേരിൽ ഇന്ത്യൻ യൂണിയന്റെ ഇന്റഗ്രേഷനുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണ്? ഒബ്വിയസ്ലി ആൻസർ ഓപ്ഷൻ ഡി, സർദാർ വല്ലഭായ് പട്ടേലാണ്. അദ്ദേഹത്തിൻ്റെ ബർത്ത് ആനിവേഴ്സറിയിലാണ് ഏക് ഭാരത് ശ്രേഷ്ഠ് ഭാരത് മിഷൻ അനൗൺസ് ചെയ്തത്. ഏക് ഭാരത് ശ്രേഷ്ഠ് ഭാരത് മിഷൻ എന്താണ്? ഈ മിഷൻ അനൗൺസ് ചെയ്ത ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. 31 ഒക്ടോബർ, ബർത്ത് ഡേറ്റ് ഓഫ് സർദാർ വല്ലഭായ് പട്ടേൽ, 31 ഒക്ടോബർ 2050. 140ാമത് ജന്മദിനമായിരുന്നു, 140th ബർത്ത് ആനിവേഴ്സറി ആയിരുന്നു. ഈ ഒരു പ്രോഗ്രാമിലൂടെ ഓരോ സംസ്ഥാനങ്ങളും ഓരോ യൂണിയൻ ടെറിട്ടറീസും ഒരു എൻഗേജ്മെൻറ്റ് മെട്രിക്സിലൂടെ ബന്ധിതരായിരിക്കും. ഒരു സംസ്ഥാനം മറ്റൊരു സംസ്ഥാനത്തോടോ യൂണിയൻ ടെറിട്ടറിയോടോ അവരുടെ കൾച്ചർ, ട്രഡീഷൻ ആൻഡ് പ്രാക്ടീസസ് ഷെയർ ചെയ്യും. മാത്രവുമല്ല, ഈ ഷെയറിങ്ങിലൂടെ ഈ 2 സംസ്ഥാനങ്ങളുടെയും ബോണ്ടിങ് ഇംപ്രൂവ് ആകാനും അത് നമ്മളുടെ രാജ്യത്തിൻ്റെ തന്നെ യൂണിറ്റിയെയും ഇൻറ്റഗ്രിറ്റിയെയും സ്ട്രെങ്തൻ ചെയ്യാനും സാധിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഏക് ഭാരത് ശ്രേഷ്ഠ് ഭാരത് മിഷൻ്റെ എൻഗേജ്മെൻറ്റ് മെട്രിക്സ് ഒരു സംസ്ഥാനം മറ്റൊരു സംസ്ഥാനമായിട്ടോ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി ആയിട്ടോ എൻഗേജ് ചെയ്തിരിക്കുന്ന മെട്രിക്സിൽ കേരളം എൻഗേജ്ഡ് ആയിരിക്കുന്നത് ഹിമാചൽ പ്രദേശുമായിട്ടാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എല്ലാം എൻഗേജ്മെൻറ്റ് മെട്രിക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. തമിഴ്നാട് ഈസ് എൻഗേജ്ഡ് വിത്ത് ജമ്മു കാശ്മീർ ആൻഡ് ലഡാക്ക്, ആന്ധ്രാപ്രദേശ് വിത്ത് പഞ്ചാബ്, കർണാടക വിത്ത് ഉത്തരാഖണ്ഡ്, ഹരിയാന വിത്ത് തെലങ്കാന. ഈ ഒരു പ്രോഗ്രാം ഏറ്റെടുത്ത് നടത്തുന്നത് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻ്റ് ആണ്. മിനിസ്ട്രി ഓഫ് HRD ആണ് ഈ പ്രോഗ്രാമിൻ്റെ നോഡൽ മിനിസ്ട്രി ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 9. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ recognizes the right against self-incrimination? അസിസ്റ്റന്റ് ലേബർ ഓഫീസർ എക്സാം 2020 ചോദിച്ച ചോദ്യമാണ്. ഉത്തരം ഓപ്ഷൻ സി, ആർട്ടിക്കിൾ 23. ആർട്ടിക്കിൾ 23 ആണ് പറഞ്ഞിരിക്കുന്നത് റൈറ്റ് അഗെയിൻസ്റ്റ് സെൽഫ്
ഇൻക്രിമിനേഷൻ എന്താണ് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആർട്ടിക്കിൾ 20 കീഴിൽ വരുന്ന സബ് ആർട്ടിക്കിൾസ് ആണ് ആർട്ടിക്കിൾ 20 ഇൻ ബ്രാക്കറ്റ് 1, ആർട്ടിക്കിൾ 22, ആർട്ടിക്കിൾ 23. ആർട്ടിക്കിൾ 20 പ്രധാനമായും പറയുന്നത് പ്രൊട്ടക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് കൺവിക്ഷൻ ഫോർ ഒഫൻസസ്. അതായത് ഒരു വ്യക്തി കുറ്റം ചെയ്ത് അദ്ദേഹത്തിനെ നിയമവ്യവസ്ഥയ്ക്ക് നിയമ നടപടികൾക്ക് വിധേയനാക്കുമ്പോൾ ആ കുറ്റം ചെയ്ത വ്യക്തിക്ക് കിട്ടുന്ന ചില അവകാശങ്ങളുണ്ട്. ആർട്ടിക്കിൾ 20 ഒരു മൗലിക അവകാശമാണ്. അതിലെ ഫസ്റ്റ് വൺ ആർട്ടിക്കിൾ 21. ദിസ് ടോക്സ് അബൌട്ട് നോ എക്സ് പോസ്റ്റ് ഫാക്ടോ ലോസ്. അതായത് ഒരു വ്യക്തി കുറ്റം കമ്മിറ്റ് ചെയ്യുമ്പോൾ അന്ന് നിലവിലുള്ള നിയമം വച്ച് മാത്രമേ അയാളെ ശിക്ഷയ്ക്ക് വിധേയനാക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഇന്ന് ഒരു വ്യക്തി ഒരു കുറ്റം കമ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നാളെ സൃഷ്ടിക്കപ്പെടുന്ന അല്ലെങ്കിൽ നാളെ പാസ്സാക്കുന്ന ഒരു ലോ അല്ലെങ്കിൽ ഒരു ആക്ട് ഉപയോഗിച്ച് ഈ വ്യക്തിയെ കുറ്റത്തിന് ശിക്ഷിക്കാൻ സാധ്യമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആർട്ടിക്കിൾ 22 ടോക്സ് അബൌട്ട് നോ ഡബിൾ ജിയോപ്പഡി. ഇതിൻ്റെ അർത്ഥം ഒരു കുറ്റം ചെയ്ത വ്യക്തിയെ ആ കുറ്റത്തിൻ്റെ പേരിൽ ഒരു തവണ മാത്രമേ ശിക്ഷിക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. ആർട്ടിക്കിൾ 23 നോ സെൽഫ് ഇൻക്രിമിനേഷൻ. അതായത് ഒരു വ്യക്തി കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ തന്നെ അദ്ദേഹത്തിനെതിരെയുള്ള ഒരു വിറ്റ്നസ് ആക്കി മാറ്റാൻ ഇന്ത്യയിൽ നിയമവ്യവസ്ഥയില്ല. ആർട്ടിക്കിൾ 23 നോ സെൽഫ് ഇൻക്രിമിനേഷൻ. ഇതാണ് നമ്മളുടെ ചോദ്യത്തിൻ്റെ ഉത്തരം. ക്വസ്റ്റ്യൻ നമ്പർ 10. മിഷൻ ഇന്ദ്രധനുഷ് വാസ് ആൻ ഓപ്ഷൻസ് ഹെൽത്ത് മിഷൻ, സ്പേസ് മിഷൻ, സ്പോർട്സ് മിഷൻ, ആർട്സ് മിഷൻ. ഉത്തരം ഓപ്ഷൻ എ ആണ്. ദിസ് ഈസ് എ ഹെൽത്ത് മിഷൻ. മിഷൻ ഇന്ദ്രധനുഷ് ഈസ് എ ഹെൽത്ത് മിഷൻ. ഈ മിഷൻ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് എക്സാമിന് ചോദിച്ച ചോദ്യമാണ് 2020. ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. മിഷൻ ഇന്ദ്രധനുഷ് ലോഞ്ച് ചെയ്തത് 2014 ഡിസംബർ മാസത്തിലാണ് മിഷൻ ഇന്ദ്രധനുഷ് ലോഞ്ച് ചെയ്തത്. ഈ മിഷനിലൂടെ ഇമ്മ്യൂണൈസേഷൻ കവറേജ് കുട്ടികളിൽ എത്തിക്കുക, 90% കുട്ടികളിൽ എത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ഉദ്ദേശം. ആ 90% കവറേജ് എത്തിക്കാനായി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ലോ ഇമ്മ്യൂണൈസ്ഡ് ആയിട്ടുള്ള ഏരിയാസ്, ഹാർഡ് ടു റീച്ച് ഏരിയാസ്, അൺവാക്സിനേറ്റഡ് ഏരിയാസ്, പാർഷ്യലി വാക്സിനേറ്റഡ് ഏരിയാസ്. ഈ ഏരിയയിലെ കുട്ടികളിലേക്ക് ഇമ്മ്യൂണൈസേഷൻ എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഉദ്ദേശം. ഈ മിഷനിലൂടെ 7 ലൈഫ് ത്രെട്ടനിങ് ഡിസീസുകൾക്കുള്ള ഇമ്മ്യൂണൈസേഷനാണ് കൊടുക്കുന്നത്. ആ ഡിസീസുകൾ ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. ഡിഫ്തീരിയ, വൂപ്പിംഗ് കഫ്, ടെറ്റനസ്, പോളിയോ, ട്യൂബർകുലോസിസ്, മീസിൽസ്, ഹെപ്പറ്റൈറ്റിസ് ബി. ഈ കൊടുത്തിരിക്കുന്ന 7 ലൈഫ് ത്രെട്ടനിങ് ഡിസീസുകൾക്കെതിരെയുള്ള ഒരു ഇമ്മ്യൂണൈസേഷൻ ഡ്രൈവാണ് മിഷൻ ഇന്ദ്രധനുഷ്. ഓക്കെ എവരിവൺ, ഇത്രയും നേരം ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇനി ഇങ്ങനെയുള്ള വീഡിയോസ് ഒരു സീരീസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും സബ്ജക്റ്റ് വൈസ്. ഇത് പൊളിറ്റിയുടെ പാർട്ട് 1 ആണ്. ഇനി കണ്ടിന്യൂസ് ആയിട്ട് 10 ചോദ്യങ്ങളെടുത്ത് ഡിസ്കസ് ചെയ്ത് ഇലാബറേറ്റ് ചെയ്ത് ഓരോ വീഡിയോ ആക്കി അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും ഒരു ദിവസം അരമണിക്കൂറോ 1 മണിക്കൂറോ ടൈം എടുത്ത് ക്ഷമയോടിരുന്ന് കണ്ട് റിപ്പീറ്റഡ് ആയിട്ട് കണ്ട് ഓപ്ഷൻസ് മനസ്സിലാക്കി ഉത്തരത്തിലേക്ക് എത്താൻ ശ്രമിക്കുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.